നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ശമനമില്ലാതെ വന്യജീവി ആക്രമണം. വീട്ടിൽ കയറിയ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. കുഞ്ഞു രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. അലമുറയിട്ട് ഷിജിന്റെ കുടുംബം കാണാതായി 8 ദിവസമായിട്ടും അവഗണന. പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം. ഉദയഗിരി താബോറിൽ വീണ്ടും ഉരുൾപൊട്ടൽ. അതീവ ജാഗ്രതാ നിർദ്ദേശം. ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ഓഫ് റോഡ് വാഹനം പിഴയിട്ട് MVD. ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. രാജേഷിന്റെ മൃതദേഹത്തോട് സർക്കാർ കാണിച്ചത് ക്രൂരതയെന്ന് പിണറായി. ത്യാഗനിർഭരായ രക്തസാക്ഷിത്വത്തെ അവഹേളിച്ചു. UDFിന്റേത് ക്ഷേമ പെൻഷൻ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമം. MP ഗോവിന്ദൻ. രോഗിയെ എക്സ്റേക്ക് എത്തിച്ചത് മഴയത്ത്. സംഭവം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ. ഷിജിന്റെ വീട്ടിലെത്തിയ മന്ത്രി CP ജോണിനെ നാട്ടുകാർ തടഞ്ഞു. ഈരാറ്റുപേട്ടയിൽ മന്ത്രി ബഷീറിനെയും തടഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. മലപ്പുറം മഞ്ചേരിയിലെ വീട്ടിൽ കാട്ടുപന്നിയുടെ ആക്രമണം. വീടിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് രക്ഷപ്പെട്ടത് അമ്മാവന്റെ സംയോജിത ഇടപെടലിൽ. മഞ്ചേരി സ്വദേശി അലവിയുടെ വീട്ടിലാണ് കാട്ടുപന്നിയുടെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായത്. പിന്നീട് കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. വീടിന്റെ തുറന്നുകിടന്ന മുൻവാതിലൂടെയാണ് കാട്ടുപന്നി അകത്തേക്ക് കയറിയത്. പിന്നാലെ അടുക്കളയിലേക്ക് ഓടുകയും ആളുകളെ കണ്ടതോടെ പരിഭ്രാന്തിയിൽ അലവിയുടെ മകൻ ഫവാസിന്റെ 2.5 വയസ്സുകാരിയായ മകൾ കളിച്ചുകൊണ്ടിരുന്ന മുറിയിലേക്ക് പന്നി ഓടിക്കയറിയത്. വാതിലിനോട് ചേർന്ന് കുട്ടി നിൽക്കുന്നത് കണ്ട ഫവാസിന്റെ അമ്മാവൻ അബ്ദുൾ ഹക്കീം സമയോചിതമായി ഇടപെട്ട് കുഞ്ഞിന്റെ വാരിയെടുത്ത് പുറത്തെത്തിച്ചത് വാതിൽ പുറത്തു നിന്നും പൂട്ടുകയായിരുന്നു. വീട്ടുകാർ വാർഡ് കൗൺസിലർ P ഷംസിയെയും വിവരം അറിയിച്ചു. നഗരസഭയുടെ അനുമതിയോടെ എംപാൻഡ് ഷൂട്ടർമാരായ KV ഇല്യാസ് ബാബുവും സഹോദരൻ നൌഷാദും സ്ഥലത്തെത്തി ജനൽപ്പാളി തുറന്ന് മുറിക്കുള്ളിൽ ഉണ്ടായിരുന്ന പന്നിയെ വെടിവെച്ചു കൊന്നു. നാട്ടുകാരുടെ സഹായത്തോടെ പുറത്തെടുത്ത ജഡം മാനദണ്ഡങ്ങൾ പാലിച്ച് സംസ്കരിച്ചു. പ്രദേശത്ത് കാട്ടുപന്നി ആക്രമണം പതിവാണെന്നാണ് വിവരം. മുറിയിൽ പെട്ടുപോയ കാട്ടുപന്നിയുടെ ആ പരിക്രമണത്തിൽ കിടക്കയും ജനൽ കർട്ടനുകൾക്കും മറ്റു ഫർണിച്ചറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. സംസ്ഥാനത്ത് വന്യജീവികളുടെ ആക്രമണം വർദ്ധിച്ചു വരികയാണ്. അടുത്തിടെയാണ് ഇടുക്കി ജില്ലയിലെ മറയൂരിൽ സ്കൂൾ പോകാൻ നിന്ന കുട്ടിക്ക് നേരെ കാട്ടുപോത്ത് പാനെടുത്ത് കുട്ടിയെ കൊമ്പിൽ കോർത്ത് വലിച്ചെറിഞ്ഞത്. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ നിന്നും വിദ്യാർത്ഥി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കൊല്ലത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികൻ അടുത്തിടെ കൊല്ലപ്പെട്ടിരുന്നു. UDFിന്റേത് ക്ഷേമ പെൻഷൻ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമം. MV ഗോവിന്ദൻ. ക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് UDF സർക്കാർ നടത്തുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ക്ഷേമ പെൻഷനുകൾ വീട്ടിലെത്തിച്ചു നൽകേണ്ടതില്ലെന്ന തീരുമാനം ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പിന്മാറ്റമായി വേണം കാണാൻ. 62 ലക്ഷം പാവപ്പെട്ട മനുഷ്യരുടെ ആശ്വാസ കേന്ദ്രമാണ് ക്ഷേമ പെൻഷൻ. ഈ ഉത്തരവ് സർക്കാർ അടിയന്തരമായി പിൻവലിച്ചില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി വലിയ പ്രക്ഷോഭം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 1980-ൽ നായനാർ സർക്കാരാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ നടപ്പാക്കുന്നത്. അന്ന് മാസം 45 രൂപ പെൻഷൻ പ്രഖ്യാപിച്ച് നടപ്പാക്കി. അതാണിപ്പോൾ 2000-ആയി എത്തി നിൽക്കുന്നത്. 45 രൂപ പെൻഷൻ കൊടുക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് K കരുണാകരൻ പറഞ്ഞത് ഈ സമ്പ്രദായം പ്രത്യുൽപാദപരമല്ലെന്നാണ്. കോൺഗ്രസും UDFും കർഷക തൊഴിലാളി അടക്കമുള്ള ജനങ്ങൾക്ക് പെൻഷൻ നൽകുന്നതിന് എന്നും എതിരായിരുന്നു. 2016-ൽ UDF സർക്കാർ അധികാരമൊഴിയുമ്പോൾ പെൻഷൻ 18 മാസം കുടിശ്ശികയായിരുന്നു. 2016-ൽ അധികാരത്തിൽ വന്ന LDF സർക്കാർ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തീർത്തു. 2016-ലും 2024-ലും ഇടയിൽ പെൻഷൻ വിവിധ ഘട്ടങ്ങളായി വർദ്ധിപ്പിച്ച് UDF 3000 കൊടുക്കുമെന്നാണ് പറഞ്ഞത്. നടപ്പിലാക്കാനല്ല പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഉള്ള പെൻഷൻ തന്നെ ഇല്ലാതാക്കാനുള്ള അതിശക്തമായ നടപടികളാണ് ആരംഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അലമുറയിട്ട് ഷിജിന്റെ കുടുംബം കാണാതായി 8 ദിവസമായിട്ടും അവഗണന. പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം. മുതലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട അഞ്ചുതെങ്ങ് സ്വദേശി ഷിജിനെ കാണാതായി 8 ദിവസം പിന്നിട്ട് സർക്കാർ തുടരുന്ന അവഗണനയ്ക്കെതിരെ പ്രതിഷേധവുമായി കുടുംബം. ഭാര്യ ഷിജിന്റെയും മക്കൾ 4 വയസ്സുകാരൻ എബ്രിനും 2 വയസ്സുകാരൻ റാഫേലും ഉൾപ്പെടെ കുടുംബം കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. എബ്രിന് ഹൃദയ സംബന്ധമായ അസുഖവുമുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവനെ എത്രയും വേഗം കണ്ടെത്തി തരണമെന്ന് അലമുറയിട്ട് കരഞ്ഞ് ഷിജിന്റെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടു. സർക്കാർ എന്താണ് ചെയ്യുന്നത്? മത്സ്യത്തൊഴിലാളിയുടെ ജീവന് വിലയില്ലേ? ഞങ്ങളുടെ മകനെ കണ്ടെത്തി തരണം. ഏത് തരത്തിലുള്ള അവസ്ഥയിലാണെങ്കിലും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എത്ര നാൾ ഞങ്ങൾ കാത്തിരിക്കണം? ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ലെന്ന് കുടുംബം പരാതിപ്പെട്ടു.
അതേസമയം പരിശോധന നടക്കുന്നുണ്ടെന്ന് മാത്രമാണ് പോലീസ് ഇപ്പോഴും മറുപടി നൽകുന്നത്. മുതലപ്പുഴയിൽ വെള്ളി രാത്രി 9:00-യോടെയാണ് കൂറ്റൻ തിരയിലും കാറ്റിലും പെട്ട് വെള്ളം മറിഞ്ഞ് അഞ്ചുതെങ്ങ് സ്വദേശി ഷിജിനെ കാണാതായത്. പുത്തൻമണ്ണ് ലക്ഷം വീട് സ്വദേശി ജോസിന്റെ വള്ളത്തിലാണ് ഇവർ പോയിരുന്നത്. ഷിജിനും ഫ്രീമോനും സ്മിത്തും ബോട്ടുടമ ജോസുമാണ് വെള്ളി വൈകിട്ട് 3:30-യോടെ മീൻ പിടിക്കാൻ പുറംകടലിൽ പോയത്. രക്ഷപ്പെട്ടത് അഞ്ചുതെങ്ങ് സ്വദേശികളായ ജോസും സ്മിത്തും മാത്രം. രാത്രി 9:00-യോടെ മീനുമായി തിരികെ അഴിമുഖ മുൻപ് കടക്കുമ്പോഴാണ് തിരയിൽപ്പെട്ടത്. അവിടെ ഉണ്ടായിരുന്ന കോസ്റ്റൽ പോലീസ് 2 ലൈഫ് ബോയ് നൽകി മത്സ്യത്തൊഴിലാളികളോട് തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ പറയുകയായിരുന്നു. തിരച്ചിൽ നടത്താൻ മത്സ്യത്തൊഴിലാളികൾ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ ഞങ്ങൾ എന്ത് ചെയ്യാനെന്ന് കൈമലർത്തുകയായിരുന്നു. കടലിൽ തിരച്ചിൽ നടത്താനാകുന്ന ലൈഫ് ഗാർഡുകളോ രക്ഷാബോട്ടുകളോ തങ്ങൾക്കില്ലെന്നാണ് കോസ്റ്റൽ പോലീസിന്റെ ന്യായീകരണം. കനത്ത മഴയും കടലാക്രമണവും വെളിച്ചക്കുറവും കാരണം വെള്ളി രാത്രിയും രക്ഷാപ്രവർത്തനം നടത്തിയില്ല. ശനി രാവിലെയും മത്സ്യത്തൊഴിലാളികളും കാണാതായവരുടെ ബന്ധുക്കളും സ്റ്റേഷൻ ഉപരോധിച്ചു. ഇതോടെയാണ് ഉച്ചയോടെ മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റ് ഗാർഡും കൊച്ചിയിൽ നിന്നും നാവികസേനകളും എത്തി തിരച്ചിൽ നടത്തിയത്. എന്നാൽ കാലപ്പഴക്കത്തെ തുടർന്ന് കോസ്റ്റൽ പോലീസിന്റെ ജലറാണി ബോട്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. MLA ഇടപെട്ട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചെന്ന് പറഞ്ഞെങ്കിലും സഹായം ഉടൻ എത്തുമെന്ന് പറയുക മാത്രമാണ് ചെയ്തത്. കടലിൽ ഇറങ്ങുന്നതിന് വിലക്കുണ്ടെങ്കിലും സർക്കാർ അലംഭാവം തുടരുന്നതോടെ ജീവനെ അവഗണിച്ചു മത്സ്യത്തൊഴിലാളി നടത്തുന്ന രക്ഷാപ്രവർത്തനം മാത്രമാണ് കുടുംബങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നത്. രാജേഷിന്റെ മൃതദേഹത്തോട് സർക്കാർ കാണിച്ചത് ക്രൂരതയെന്ന് പിണറായി. ത്യാഗനിർഭരമായ രക്തസാക്ഷ്യത്തെ അവഹേളിച്ചു. കണ്ണൂർ ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ടയാളെ രക്ഷിക്കുന്നതിനിടെ മരിച്ച കല്ലിയൂർ സ്വദേശി രാജേഷിന്റെ മൃതദേഹത്തെ സർക്കാർ അപമാനിച്ച നടപടി അങ്ങേയറ്റം ക്രൂരതയും അനാദരവുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രളയജലത്തിൽ അകപ്പെട്ട ആളെ സ്വന്തം ജീവൻ നൽകി രക്ഷിച്ച രാജേഷ് ത്യാഗത്തിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും ഉജ്ജ്വല പ്രതീകമാണ്. ധീരനായ ആ ചെറുപ്പക്കാരന്റെ മൃതദേഹം കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ ഒരു ഫ്രീസർ ആംബുലൻസ് പോലും നൽകാൻ സർക്കാരോ ബന്ധപ്പെട്ട വകുപ്പുകളോ തയ്യാറായില്ല. ഉത്തരവാദപ്പെട്ടവരുടെ നെറുകേടിന്റെയും കെടുകാര്യസ്ഥതയുടെയും തെളിവാണ് ഈ സംഭവമെന്നും പിണറായി പ്രസ്താവനയിൽ പറഞ്ഞു. വഴിമധ്യേ ചാവക്കാട്ട് വെച്ച് ബന്ധുക്കൾക്ക് മറ്റൊരു ഫ്രീസർ ആംബുലൻസ് വാടകയ്ക്കെടുത്ത് മൃതദേഹം മാറ്റേണ്ടി വന്നു. ഇത്തരം മനോഭാവവും നടപടികളും ആവർത്തിച്ചുകൂടാത്തതാണ്. ത്യാഗനിർഭരമായ രക്തസാക്ഷ്യത്തോടുള്ള അവഹേളനമാണ് ഉണ്ടായിരിക്കുന്നത്. രാജേഷിന്റെ ബന്ധുക്കളോട് സാമാന്യ മനുഷ്യത്വമെങ്കിലും കാണിക്കാൻ സർക്കാരിനായില്ല. ആരോഗ്യ റവന്യൂ വകുപ്പുകളുടെ ഈ അനാസ്ഥയ്ക്ക് ഭരണനേതൃത്വം തന്നെ മറുപടി പറയണം. മനുഷ്യത്വരഹിതമായ ഈ അനാസ്ഥയ്ക്ക് ഉത്തരവാദിത്തർക്കെതിരെ അടിയന്തരമായി കർശന നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഷിജിന്റെ വീട്ടിലെത്തിയ മന്ത്രി CP ജോണിനെ നാട്ടുകാർ തടഞ്ഞു. മുതലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ വീട്ടിലെത്തിയ മന്ത്രി CP ജോണിനെ നാട്ടുകാർ തടഞ്ഞു. അഞ്ചുതെങ്ങ് സ്വദേശിയായ ഷിജിന്റെ കുടുംബവുമായി ചർച്ചയ്ക്കെത്തിയ മന്ത്രിയെയാണ് മത്സ്യത്തൊഴിലാളികളും മറ്റുള്ളവരും ചേർന്ന് തടഞ്ഞത്. വീട്ടുകാരുമായി രഹസ്യ ചർച്ചയല്ല വേണ്ടതെന്നും എല്ലാവരെയും ഒരുമിച്ചിരുത്തിയാണ് ചർച്ച നടത്തേണ്ടതെന്നും ആവശ്യപ്പെട്ട പ്രതിഷേധമുണ്ടായത്. ഇതോടെ വീട്ടുകാരെ കണ്ട് തടി തപ്പാനുള്ള മന്ത്രിയുടെ നീക്കം പൊളിഞ്ഞു. അതേസമയം ഷിജിനെ കണ്ടെത്തും വരെ തെരച്ചിൽ തുടരുമെന്ന് നാളെ 5:45 മുതൽ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നും മന്ത്രി കുടുംബത്തോട് പറഞ്ഞു. ഉദയഗിരി താബോറിൽ വീണ്ടും ഉരുൾപൊട്ടൽ, അതീവ ജാഗ്രതാ നിർദ്ദേശം. ആലക്കോട് ഉദയഗിരി പഞ്ചായത്തിലെ താബോർ മേഖലയിൽ വീണ്ടും ഉരുൾപൊട്ടൽ. തൊണ്ടക്കുന്ന് ഭാഗത്താണ് പുതിയതായി ഉരുൾപൊട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇതേ ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായിരുന്നു. തുടർച്ചയായ ഉരുൾപൊട്ടലിനെ തുടർന്ന് സുരക്ഷ മുൻനിർത്തി ഉദയഗിരി താബോർ റോഡ് പൂർണ്ണമായി അടച്ചു. ജനങ്ങൾ ഈ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. വെള്ളിയാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലയിൽ ചെമ്പേരിയിലും അയ്യൻകുന്നിലും ലഭിച്ചത് റെക്കോർഡ് മഴ. രാവിലെ 8:30 മുതലുള്ള 7 മണിക്കൂറിൽ ചെമ്പേരിയിൽ ലഭിച്ചത് 96 മില്ലിമീറ്റർ മഴ. ആ സമയം സംസ്ഥാനത്തെ ഏറ്റവും വലിയ പെയ്ത്തായി. തൊട്ടു താഴെയും കണ്ണൂരിൽ തന്നെയുള്ള മറ്റൊരു സ്ഥലമായിരുന്നു അയ്യൻകുന്ന്, 88 mm. ആറളം, KVK, പന്നിയൂർ, പെരിങ്ങോം, പിണറായി, ചെറുവാഞ്ചേരി എന്നിവിടങ്ങളിലും കനത്ത മഴ കിട്ടി. അയ്യൻകുന്നിൽ പുലർച്ചെയും കനത്ത മഴ പെയ്തു. തലശ്ശേരി വാടിക്കകം മുഹമ്മദ് ഷറഫുദ്ദീൻ എന്നയാളുടെ വീടിന് മുകളിൽ തേക്ക് മഹാഗണി മരങ്ങൾ വീണ് വീടിന് ഭാഗികമായി നാശനഷ്ടം സംഭവിച്ചു. ചെറുവാഞ്ചേരി കല്ലുവളപ്പ് തൈപ്പറമ്പ് താമസിക്കുന്ന ശോഭയുടെ വീടിന് ഭാഗികമായ നാശനഷ്ടം സംഭവിച്ചു. കോളയാട് കറ്റിയാട് ബിജു PC എന്നയാളെയും കുടുംബത്തെയും വീടിന് സമീപം വെള്ളം കയറിയ സാഹചര്യത്തിൽ ബന്ധുവീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. വെള്ളർവള്ളി വില്ലേജിൽ തൊണ്ടിയിൽ പാനിക്കുളം ബിജുവിന്റെ വീട് ഭാഗികമായി തകർന്നു.
ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ഓഫ് റോഡ് വാഹനം പിഴയിട്ട് MVD ഉദ്യോഗസ്ഥൻ സസ്പെൻഷൻ. പത്തനംതിട്ടയിൽ പ്രളയബാധിത പ്രദേശത്തെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ ഓഫ് റോഡ് വാഹനത്തിന് പിഴയിട്ട് MVD. വിവാദമായതോടെ ഉദ്യോഗസ്ഥൻ സസ്പെൻഷൻ. അനാവശ്യത്തിന് ലൈറ്റുകൾ ഉപയോഗിച്ച് എന്നും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് അടൂർ MVD സ്ക്വാഡ് പിഴയിട്ടത്. സംഭവം വിവാദമായതിനെ തുടർന്ന് ഗതാഗത മന്ത്രി ഇടപെട്ട് അടൂർ MVD സ്ക്വാഡ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. അടൂർ ബൈപ്പാസിൽ പതിവ് വാഹന പരിശോധന നടക്കുന്നതിനിടയിലാണ് ഓഫ് റോഡ് വാഹനം MVD പിടിച്ചെടുത്ത് പിഴയിടാക്കുന്നത്. സംഭവത്തിനെതിരെ വലിയ പ്രതിഷേധം നടന്നിരുന്നു. വിഷയത്തിൽ ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് മന്ത്രി CP ജോൺ ഇടപെടുകയും ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. ആറന്മുളയിലെ പ്രളയബാധിതർക്കെത്താനും രക്ഷാപ്രവർത്തനം നടത്താനും സജീവമായി ഇടപെട്ടിരുന്ന വാഹനമാണ് പിടിച്ചെടുത്തത്. രോഗിയെ എക്സ്റേക്ക് എത്തിച്ചത് മഴയത്ത്. സംഭവം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ. അപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ രോഗിയെ മഴ നനച്ച് എക്സ്റേക്ക് എത്തിച്ചതായി പരാതി. മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഗുരുതരമായ അനാസ്ഥ. പനമരത്തുണ്ടായ അപകടത്തിൽ തലയ്ക്ക് സാരമായി പരിക്കേറ്റ വയോധികയ്ക്കാണ് ദുരനുഭവം ഉണ്ടായത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റതിനെ തുടർന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് എക്സ്റേ എടുക്കാനുള്ള ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രോഗിയെ സ്ട്രക്ചറിൽ കിടത്തി ആശുപത്രി അറ്റൻഡർ എക്സ്റേ ബോക്സിലേക്ക് മഴയത്ത് എത്തിക്കുകയായിരുന്നു. രോഗിയുടെ കൂടെയുണ്ടായിരുന്നവർ തല നനയാതിരിക്കാൻ രോഗിക്ക് കുട ചൂടിച്ചു നൽകുന്നത് പുറത്തു വന്ന ദൃശ്യങ്ങളിലുണ്ട്. രോഗിയെ അടുത്ത ബ്ലോക്കിലേക്ക് മാറ്റുമ്പോഴും പ്രദേശത്ത് മഴയുണ്ടായിരുന്നു. ഒരു കുട മാത്രം ചൂടിച്ചുണ്ടെങ്കിൽ കാറ്റിൽ രോഗി നനയുന്നുമുണ്ട്. മറ്റു രോഗികളെയും സമാനമായ രീതിയിലാണ് എക്സ്റേക്ക് എത്തിക്കുന്നതെന്നാണ് വിവരം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൗകര്യങ്ങളുടെ അഭാവമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഗുരുതരാവസ്ഥയിലുള്ള രോഗിയോടുള്ള ആശുപത്രി അധികൃതരുടെ സമീപനത്തിനെതിരെ നാട്ടുകാരിൽ നിന്നും രോഗിയുടെ ബന്ധുക്കളിൽ നിന്നും വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. സംഭവത്തിൽ ഇതുവരെയും ആശുപത്രി അധികൃതർ വിശദീകരണം നൽകിയിട്ടില്ല. അനാസ്ഥയുടെ ബാക്കി പത്രമാണ് പുറത്തു വന്ന ദൃശ്യങ്ങളെന്നാണ് ഉയരുന്ന ആക്ഷേപം. ദുരന്തവേളയിൽ തിരിഞ്ഞു നോക്കിയില്ല മന്ത്രിയെയും ലീഗ് നേതാക്കളെയും തടഞ്ഞ പ്രവർത്തകർ. ഈരാറ്റുപേട്ട ഉരുൾപൊട്ടലിൽ വലിയ ദുരന്തമുണ്ടായിട്ടും പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാതെ ലീഗ് നേതാക്കളെയും മന്ത്രിയും തടഞ്ഞ് പ്രവർത്തകർ. ഈരാറ്റുപേട്ട മാർക്കറ്റ് റോഡിലുള്ള ലീഗ് മുനിസിപ്പൽ ഓഫീസിലെത്തിയ മന്ത്രി PK ബഷീറും ജില്ലാ പ്രസിഡന്റ് അസീസ് ബഡാഡിയുമാണ് പ്രവർത്തകരുടെ പ്രതിഷേധ ചൂടറിഞ്ഞത്. മന്ത്രിയെ തടയാൻ ലക്ഷ്യമിട്ട് അണികൾ വന്നെങ്കിലും മന്ത്രി ഉള്ളിലേക്ക് അതിവേഗം കയറിപ്പോയി. തുടർന്ന് അസീസിനെ തടഞ്ഞ പ്രവർത്തകർ ഇത്രയും നാൾ പാർട്ടി നേതാക്കളും MLA മാരും മന്ത്രിമാരും എവിടെയായിരുന്നെന്ന് ചോദിച്ചു. ഈരാറ്റുപേട്ട മുഴുവൻ മുങ്ങിയപ്പോൾ ഒരാളും തിരിഞ്ഞു നോക്കിയില്ലെന്ന് പ്രവർത്തകർ പറഞ്ഞു. പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. പുതിയ തെരുവിലെ ഗതാഗതം സുഗമമാക്കാൻ നടപടികൾ. പുതിയ തെരുവിലെ വാഹന ഗതാഗതം സുഗമമാക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ P. വിഷ്ണുരാജിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. പുതിയ തെരുവ് ജംഗ്ഷനിൽ റോഡിലെ ചെരിവുകൾ ഭാഗങ്ങൾ പൂർണ്ണമായും പൊളിച്ചുമാറ്റി പുതുതായി ടാറിംഗ് നിർവഹിക്കാൻ ദേശീയപാത അതോറിറ്റി അധികൃതർക്ക് നിർദ്ദേശം നൽകി. മഴ കുറയുന്ന മുറയ്ക്ക് വളപട്ടണം പാലത്തിലെ കുഴികൾ അടച്ച് റോഡിലെ ഗതാഗതം സുഗമമാക്കണം. പുതിയ തെരുവിലെ നിലവിലെ താൽക്കാലിക ഡിവൈഡറുകൾ മാറ്റി സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ പുതിയ ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നതിനുള്ള നിലവിലെ പ്രൊപ്പോസൽ നടപ്പിലാക്കും. അപകടങ്ങൾ തടയാൻ ഡിവൈഡറുകൾ, റിഫ്ലക്ടറുകൾ സ്ഥാപിക്കും. ഇവയ്ക്ക് ആവശ്യമായ ഫണ്ട് ദേശീയപാത അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗത്തിന് കൈമാറും. നിലവിലെ ട്രാഫിക് നിയന്ത്രണങ്ങൾ തുടരാനും എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അക്കാര്യം ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുമായി കൂടിയാലോചിക്കാനും യോഗത്തിൽ തീരുമാനമായി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ KV സുമേഷ് MLA, അസിസ്റ്റന്റ് കളക്ടർ സ്വാതി, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. മോഹനൻ, വൈസ് പ്രസിഡന്റ് TK മോളി, വാർഡ് മെമ്പർ PK അർഷാദ്, അബ്ദുൾ കരീം ചേലേരി, വ്യാപാരി പ്രതിനിധികൾ, പോലീസ്, RTO, PWD, NHAI ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജനസേവന അദാലത്തിൽ വന്യജീവി ആക്രമണത്തിനിരയായ 30 പേർക്ക് സഹായധനം അനുവദിച്ചു. കാട്ടുപന്നി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 2 പേരുടെ ബന്ധുക്കൾക്ക് ആദ്യ ഗഡുവായി 5 ലക്ഷം വീതം നൽകി. ജില്ലയിൽ വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടു പോയ പരിക്കേൽക്കുകയും ചെയ്ത 30 പേരുടെ ബന്ധുക്കൾക്ക് വനം വന്യജീവി വകുപ്പിന്റെ ജനസേവന ജില്ലാതല അദാലത്തിൽ സഹായധനം അനുവദിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന അദാലത്തിലെ ജില്ലാതല ഉദ്ഘാടനം കണ്ണോത്തുംചാൽ വനം വകുപ്പ് ഓഫീസിൽ DO മോഹനൻ MLA നിർവഹിച്ചു. കാട്ടുപന്നി ആക്രമണത്തിൽ മരണപ്പെട്ട N. പ്രദീപൻ, K. അജൽ എന്നിവരുടെ ഭാര്യമാർക്ക് ആദ്യ ഗഡു സഹായമായി 5 ലക്ഷം രൂപ വീതം MLAയിൽ നിന്നും സ്വീകരിച്ചു. 2025 മുതൽ ഈ വർഷം ഏപ്രിൽ വരെ ലഭിച്ച സഹായധന അപേക്ഷകളിൽ 30 കേസുകളിലാണ് തുക പാസായത്. ഇതിന്റെ ഉത്തരവ് അദാലത്തിൽ വിതരണം ചെയ്തു. പരിപാടിയിൽ നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ BN അഞ്ജൻകുമാർ അധ്യക്ഷത വഹിച്ചു. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിസിലി കണ്ണന്താനം, കോണയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രഹ്ലാദൻ,
ചുറ്റാലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവീന കാരായി, കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ത്രേസ്യ പോൾ, അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിശ്വനാഥൻ, കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി ജോസഫ്, ഉദയഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ബെന്നി, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിജി പ്രിൻസ്, കണ്ണൂർ DFO കെ സജി, കണ്ണവം റേഞ്ച് ഓഫീസർ സുധീർ നാരോത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബോധവൽക്കരണ ക്ലാസുകൾ നടന്നു. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കർശന നടപടി സ്വീകരിക്കുമെന്ന് കമ്മീഷണർ. സംസ്ഥാനത്ത് വയോജനങ്ങളുടെ പരാതികൾ ഏറി വരുന്ന സാഹചര്യത്തിൽ ഇവർക്കെതിരെയുള്ള അക്രമങ്ങളിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് വയോജന കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സിറ്റിംഗ് നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വത്ത് തർക്കങ്ങൾ, സാമ്പത്തിക തട്ടിപ്പുകൾ, ഗാർഹിക പീഡനം, ഒറ്റപ്പെടുത്തലുകൾ എന്നിങ്ങനെ വിവിധങ്ങളായ പരാതികളാണ് കമ്മീഷൻ മുന്നിൽ അനുദിനം വരുന്നത്. വാർദ്ധക്യകാലത്ത് കുടുംബ ബന്ധങ്ങളിൽ നേരിടുന്ന വിള്ളലുകളിൽ ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് വയോജനങ്ങളാണ്. ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളിൽ ഒറ്റപ്പെട്ടു പോകുന്നവർ ധാരാളമാണ്. ഇവരുടെ പരാതിയിൽ അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്. ഈ പരാതികൾ കൃത്യമായ അന്വേഷണം നടത്തി കമ്മീഷൻ പരിഹാരം കണ്ടെത്തും. പരാതിക്കാരെയും പരാതിയിൽ പരാമർശിക്കപ്പെട്ടവരെയും കമ്മീഷൻ നേരിട്ട് കേൾക്കും. പരാതി പരിഹാരത്തിന് ജില്ലകൾ തോറും സിറ്റിംഗ് നടത്തും. പരാതി പരിഹാരത്തിന് ഇതര വകുപ്പുകളിൽ നിന്നും അന്വേഷണം ആവശ്യമുണ്ടെങ്കിൽ ഈ നടപടികളും പൂർത്തിയാക്കും. കോടതി ഇടപെടേണ്ട കേസുകളിൽ കമ്മീഷൻ നേരിട്ട് ഇടപെടാൻ കഴിയില്ല. അല്ലാത്ത തരത്തിലുള്ള എല്ലാവിധ പരാതികളും കമ്മീഷൻ മുഖേന നീതി ലഭ്യമാക്കുന്നതാണ് ലക്ഷ്യം. 60 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും കമ്മീഷന് മുന്നിൽ പരാതി സമർപ്പിക്കാം. ജില്ലയിൽ നടന്ന ആദ്യ സിറ്റിംഗിൽ 25 പരാതികളാണ് പരിഗണിച്ചത്. 2 പരാതികളിൽ ഹിയറിംഗ് നടത്തി. ബാക്കിയുള്ള പരാതികൾ അടുത്ത സിറ്റിംഗിൽ എതിർകക്ഷികളെ കേൾക്കും. വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ജില്ലയിലെ വിവിധ സംഘടനകളും വ്യക്തികളും കമ്മീഷന് മുന്നിൽ പരാതികളും ആവശ്യങ്ങളും ബോധിപ്പിക്കാൻ എത്തിയിരുന്നു. തലശ്ശേരി കീഴല്ലൂരിലെ പകൽ വീട് നിർമ്മിക്കാൻ സ്ഥലം സൗകര്യം വ്യക്തി നൽകിയെങ്കിലും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതിനാൽ അനുമതി ലഭിച്ചില്ല തുടങ്ങിയ പൊതുപരാതികൾ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും കമ്മീഷൻ വിശദീകരണം തേടും. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു, വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സിറ്റിംഗിൽ പങ്കെടുത്തു. കേരള പ്രവാസി സംഘം സംസ്ഥാന സമ്മേളനത്തിന് തിരൂരിൽ തുടക്കം. കേരള പ്രവാസി സംഘം 7ാം സംസ്ഥാന സമ്മേളനത്തിന് തിരൂരിൽ തുടക്കം. പ്രവാസം മാറുന്ന മുഖം, പ്രവാസി ജീവിതങ്ങളുടെ ഭാവി സെമിനാർ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PM മുഹമ്മദ് റിയാസ് MLA ഉദ്ഘാടനം ചെയ്തു. തിരൂർ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗഫൂർ P ലിലീസ് അധ്യക്ഷനായി. മുൻ ജനറൽ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ഡോക്ടർ KT ജലീൽ, തിരൂർ നഗരസഭ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി എന്നിവർ വിഷയം അവതരിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷ കടലുണ്ടി, ട്രഷറർ KC സജീവ് തൈക്കാടത്ത്, അഡ്വക്കേറ്റ് P ഹംസക്കുട്ടി എന്നിവർ പങ്കെടുത്തു. T ഷാജി സ്വാഗതവും CP റസാഖ് നന്ദിയും പറഞ്ഞു. പ്രവാസി സംഘം സ്ഥാപിത ഭാരവാഹി ആലത്തൂർ സൈനുദ്ദീൻ ബാബ ഹാജിയുടെ വീട്ടിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ ടൗൺ ഹാളിൽ സമാപിച്ചു. സംഘാടക സമിതി വൈസ് ചെയർമാൻ CK കൃഷ്ണദാസ് പതാക ഏറ്റുവാങ്ങി. ഉസ്മാൻ പൂളക്കോട്ട് ക്യാപ്റ്റനും KTO ഷിഹാബ് വൈസ് ക്യാപ്റ്റനുമായിരുന്ന ശനി രാവിലെ 10 മുതൽ ടൗൺ ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവാസികളെ ആദരിക്കും. സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി 599 പ്രതിനിധികൾ പങ്കെടുക്കും. ഞായറാഴ്ച ജനപ്രതിനിധി സമ്മേളനം തുടരും. തുടർന്ന് ഭാരവാഹി തെരഞ്ഞെടുപ്പോടെ സമാപിക്കും. വൈകിട്ട് 4:30 തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ ആരംഭിക്കുന്ന പ്രകടനം പൂങ്ങോട്ടുംകുളം ദാറുസലാം ഗ്രൗണ്ടിൽ സമാപിക്കും. പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവും CPM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പോളിറ്റ് ബ്യൂറോ അംഗം MP ജയരാജൻ, KV അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിക്കും. കുതിരാൻ തുരങ്കത്തിന് മുകളിൽ നേരിയ മണ്ണിടിച്ചിൽ, സ്ഥിതിഗതികൾ വിലയിരുത്തി അധികൃതർ. പാലക്കാട്, തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ദേശീയപാതയിലെ കുതിരാൻ ഇരട്ട തുരങ്കത്തിന് മുകളിൽ നേരിയ തോതിൽ മണ്ണിടിച്ചിൽ. പടിഞ്ഞാറൻ തുരങ്കമുഖത്തിന് മുകളിലായി 2 ഭാഗങ്ങളാണ് കുന്നിടിഞ്ഞ് മണ്ണും കലിങ്കളും താഴേക്ക് പതിച്ചത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഹൈവേ പട്രോളിംഗ് സംഘം ഉടൻ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനും സ്ഥലത്തെത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. തുടർച്ചയായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തുരങ്കത്തിന് മുകളിലെ മണ്ണും മരങ്ങളും ഇനിയും താഴേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. എന്നാൽ നിലവിൽ തുരങ്കത്തിലൂടെയുള്ള ഗതാഗതം തടയേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഉന്നതതല പരിശോധനയ്ക്ക് ശേഷം ആവശ്യമെങ്കിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും കലക്ടർ വ്യക്തമാക്കി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി അറിയിച്ചതെന്നും അവർ പറഞ്ഞു. അതേസമയം സംഭവത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് CPI നേതാവ് K രാജൻ പ്രതികരിച്ചു. തുരങ്കത്തിന് മുകളിൽ പരിശോധന നടത്തി നീർച്ചാലുകൾക്ക് തടസ്സമുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓണം കളറാക്കാം, കൈത്തറി വസ്ത്ര പ്രദർശന വിപണനമേള കണ്ണൂരിൽ തുടങ്ങി.
കൈത്തറി വസ്ത്രങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും വിപുലമായ ശേഖരവുമായി സംസ്ഥാന കൈത്തറി വസ്ത്ര കരകൗശല മേള തുടങ്ങി. നാഷണൽ ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് പ്രോഗ്രാം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്, ജില്ലാ വ്യവസായ കേന്ദ്രം, ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് കണ്ണൂർ പോലീസ് മൈതാനിയിൽ പ്രദർശനമേള തുടങ്ങിയത്. ടി.എ. മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ ദീപക് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ മേയർ P. ഇന്ദിര തീം പവലിയൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ് മുഖ്യാതിഥിയായി. ചടങ്ങിൽ 32 നെയ്ത്ത് സഹകരണ സംഘങ്ങളുടെ മുതിർന്ന നെയ്ത്തുകാരെ ആദരിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ K.S. അച്ചിമോൻ, വിവേഴ്സ് സെന്റർ ഡെപ്യൂട്ടി ഡയറക്ടർ M. ആനന്ദ്, സീനിയർ ഓഫീസർ P. ജിബിൻ, അരക്കൻ ബാലൻ, കൊല്ലം മോഹനൻ, ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം, താവം ബാലകൃഷ്ണൻ, ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ K.P. ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൈത്തറി വസ്ത്രങ്ങളുടെ പെരുമുളകുമായ മേളയിലെ 62 സ്റ്റാളുകൾ ശ്രദ്ധയാകർഷിക്കുകയാണ്. തനത് വസ്ത്ര വൈവിധ്യങ്ങളുടെ പുതുമകൾ അടയാളപ്പെടുത്തുന്നതാണ് എല്ലാ സ്റ്റാളുകളും. കുടുംബാവും നിറഞ്ഞ കൈത്തറി വസ്ത്ര വിപണിയിൽ ഒട്ടേറെ നെയ്ത്ത് സംഘങ്ങളുടെ പാരമ്പര്യ തനിമയുള്ള കൈത്തറി വസ്ത്രങ്ങളുമായി അണിനിരക്കിയാണ്. ആഗസ്റ്റ് 25 വരെയാണ് മേള നടക്കുക. രാവിലെ 9 മുതൽ രാത്രി 9 വരെ സ്റ്റാൾ പ്രവർത്തിക്കും. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.